don't know where I am going, but I know that I'm going with you. And I don't care where this life takes me, 'cause all I want is you there too. And all I need is you with me. As long as I'm with you, then nothing could be wrong. It's right where we belong. വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തിരു നാമത്തിനാദരവാൻ വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തിരു നാമത്തിനാദരവാൻ ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾക്കരുളാൻ ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾക്കരുളാൻ പാത്രയേതുമില്ല നിന്റെ കൃപയെത്ര വിചിത്രമാവൂ സന്നിധിയിൽ അടിയാക്കു വന്നു ചേരുവതിനാ ഇന്നു നിൻ സന്നിധിയിൽ അടിയാക്കു വന്നു ചേരുവതിനാ വന്നതിനുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുവേ വന്നതിനുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുവേ ഓ വന്ദനം യേശുപരാ നിനക്കെന്നും വന്ദനം. There will be silence before you and praise in Zion, our God. And to you the woe will be performed. Oh, you hear prayer. To you all men come. Iniquities prevail against me. As for our transgression, you forgive them. How blessed is the one whom you chosen and bring near to you to dwell in your courts. We will be satisfied with your goodness of your house, your holy temple. By awesome deeds you answer us in righteousness, O God of our salvation. You who are the trust of all ends of the earth and of far east sea, who established the mountains by strength, being girded with might, who stills roaring the seas, the roaring of the waves and the tumult of the people. They who dwell in the ends of the earth stand in awe of your sins. You make dawn the sunset shout for joy. You visit earth and cause it overflow. You greatly reach it. The streams of God is full of water. You prepare the grain, for thus you prepare the earth. You water it for abundantly. You set its light. You soften its showers. You bless its growth. You have crowned the year with your bounty, and your paths stripped with fatness. The pastures of wilderness stripped. The hills gird themselves with rejoicing. The meadows are clothed with flocks, and the valley are covered with grain. And they shout for joy, yes, they sing. Amen.
മഹാപരിശുദ്ധനും നിത്യനുമായ സ്വർഗ്ഗീയ നല്ല പിതാവ്, ഹല്ലേലൂയ. സ്തോത്രം. ഈ പ്രൈസ് തന്ന ധാനത്തിനകത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കണം. ഈ ലോകത്തിന് അനുപനാകാതെ ദൈവപ്രസാദമുള്ളത് ജീവിപ്പാൻ ദൈവത്തിന്റെ കരങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കും. ജീവിതം ധന്യമായി തീരുവാൻ സഹായിക്കും. യഹോവയുടെ വഴികളിൽ തന്നെ നടക്കുവാൻ നീ അനുഗ്രഹിക്കണം. ഭൂമിയിൽ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം ഞങ്ങളെയും അനുഗ്രഹിക്കും. അവനെ അനുഗ്രഹിക്കും. അവന്റെ കുടുംബ ദൈവത്തെ ഏറ്റവും അനുഗ്രഹിക്കും. നാം മഹത്വം കൊടുക്കും. യേശുവേ ആമേൻ. പ്രിയ എല്ലാ കുടുംബം എറണാകുളത്ത് വരുമ്പോൾ അവിടെ ആദ്യത്തെ പാസ്റ്റർ പാസ്റ്റർ വിൽസൺ നമ്മുടെ കൂടെ ഉണ്ട്. പ്രിയ വിൽസൺ പാസ്റ്ററുടെ മകനും പ്രിയ ജോയിൽ ഒരേ പ്രായക്കാരാണ്. പ്രിയ ദൈവദാസൻ ഒരു മിനിറ്റ് ഒരു വിഷയം പ്രാർത്ഥിക്കാം. കർത്താവേ സ്തുതി. നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്തുതിയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് ഈ പകൽക്കാലം കർത്താവ് പ്രിയ ജോയലിന്റെ വിവാഹ ബന്ധത്തോട് അനുബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. അതിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ, പൈതൽ പ്രായം മുതൽ ഈ സമയം വരെയും കർത്താവ് തന്റെ മകനെ പരിപാലിച്ചു. എല്ലാ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും എല്ലാം കർത്താവ് വിടുവിച്ചു. ഒരു നല്ല ചെറുപ്പക്കാരനായിട്ട് കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ തക്കോണം ആ തിമോത്തിയോസിനെ പോലെ ഹല്ലേലൂയ കർത്താവിന്റെ ഒരു നല്ല ദാസനായിട്ട് നിൽപ്പാൻ തക്കോണം അവിടെ നെടിയാക്കിയല്ലോ. അതിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ. ഹല്ലേലൂയ. പ്രിയ ലാലുവിന് ഷീലയ്ക്ക് കർത്താവെ കൊടുത്ത ദാനമാണ്. ഹല്ലേലൂയ കർത്താവെ. ഹല്ലേലൂയ വചനപ്രകാരം ഹല്ലേലൂയ മക്കൾ യഹോവ നൽകുന്ന ഹല്ലേലൂയ അതേ കർത്താവെ ഹല്ലേലൂയ ഉദരബലം അത് ദൈവത്തിന്റെ അവകാശവും ദാനവുമാകുന്നു. कर्तावे नदियों जगह ने स्तुतिക്കുന്നു प्रभु आपको धन्यवाद करते हालेलुया प्रभु सुंदर समय के लिए हम धन्यवाद करते लालू कोशिलो को तूने दिया हुआ इस दान के लिए हम धन्यवाद करते परमेश्वर ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ ഈ പ്രിയ മകനെ ദൈവകൃപയിൽ വളർത്തുവാൻ കർത്താവേ ഹല്ലേലൂയ നീ ഇടയാക്കിയല്ലോ. ഞങ്ങൾ വചനത്തിൽ വായിച്ചതുപോലെ യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ കർത്താവ് തന്റെ മക്കളെ ഇത്രത്തോളം പരിപാലിച്ചു. ഇന്ന് കർത്താവേ ഹല്ലേലൂയ അയൻകേജന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ആ വിവാഹ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങൾ കടന്നു പോകുന്നു. നിന്റെ തിരുസാന്നിധ്യം ഞങ്ങളോട് എല്ലാവരോടും കൂടി ഇരിക്കണം. വിശേഷാൽ പ്രിയ ജോലിനോട് കൂടെ തന്റെ മകളോട് കർത്താവ് വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാൻ വന്ന മകളോട് കൂടെ കർത്താവ് ഈ പ്രിയ കുടുംബങ്ങളോട് കൂടെ കർത്താവ് ഉണ്ടായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഇപ്പോൾ ഞങ്ങളുടെ എല്ലാവിധമായ കാര്യാദികളിലും ശുശ്രൂഷകളിലും യാത്രകളിലും എല്ലാം നീ കൂടിയിരിക്കണം. എല്ലാത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അടിയങ്ങൾക്കും കർത്താവേ ഈ നല്ല അവസരത്തിൽ ഇവിടെ ആയിരിക്കാൻ ഇടയാക്കിയല്ലോ. അതിനായിട്ട് സ്തോത്രം. നിന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കട്ടെ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിച്ചു. അങ്ങനെ ആശ്രയിച്ചവർക്ക് കുനിഞ്ഞു വീണുപോയി. യഹോവയിൽ ആശ്രയിച്ചവർ എഴുന്നേറ്റ് കർത്താവ് ഈ ഭവനത്തിന്റെ ഐശ്വര്യവും ഉയർച്ചയും അങ്ങയിൽ ആശ്രയം വെച്ചു എന്നുള്ളതാണ്. ആശ്രയം നിലനിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഒരു ഭർത്താവിന് ആവശ്യമുള്ള സകല കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ പ്രിയ മകന് കർത്താവ് ദാനം ചെയ്യുന്നു. ഭാര്യ വീട്ടില് മറ്റ് ജോലി സ്ഥലങ്ങളില് കുടുംബമായി അവരെവിടെയൊക്കെ ആയിരിക്കുന്നുവോ, അന്യരാജ്യത്തായിരുന്നാലും സ്വദേശത്തായിരുന്നാലും ആരാലും തോൽപ്പിക്കപ്പെടാത്ത, പരിഹസിക്കപ്പെടാത്ത, നിന്ദിക്കപ്പെടാത്ത, അടിച്ചമർത്തപ്പെടാത്ത കർത്താവ് ഫേസിറ്റി ചർച്ചിലും ഇന്ന് നിന്റെ പൈതന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കുന്ന പോലെ തുടർന്നുള്ള കാലങ്ങളിലും ബഹുമാനത്തോടെ ഉയർന്നിരിക്കാൻ കർത്താവ് കൃപ ചെയ്യണം. ഈ ഭവനത്തിലേക്ക് വന്നു ചേരുന്ന പെൺകുട്ടി ഈ ഭവനത്തിനൊരു അനുഗ്രഹ വിഷയമാക്കി കർത്താവ് റാഹേലിനെയും ലേയെയും കുടുംബ പണിയുവാൻ, ഗ്രഹം പണിയുവാൻ ധൈര്യപ്പെടുത്തിയ കർത്താവ് അവളെയും ധൈര്യപ്പെടുത്തണമേ. സ്തോത്രം. ആന്റിക്കായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നു. ഒരു പുതിയ പദവിയിലേക്ക് അവർക്കൊന്നിച്ച് ലഭിക്കുന്ന ഈ പ്രൊമോഷൻ ഈ ഭവനത്തിനൊരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. ബാച്ചലർ എന്നുള്ള പദവിയിൽ നിന്നും ഒരു ഹസ്ബൻഡിന്റെ പദവിയിലേക്ക് പ്രിയ ജോയിൽ പ്രവേശിക്കുമ്പോൾ അതൊരു പ്രൊമോഷനാണ് കർത്താവ്. ആ പ്രൊമോഷൻ നിലനിർത്തിക്കൊണ്ട് പോകുവാനും നല്ലൊരു പൂർത്തീകരണം കാണുവാനും പ്രിയ പൈതലിന് കൃപ കൊടുക്കണമേ. പകർച്ചവ്യാധികളോ രോഗപീഡനങ്ങളോ മറ്റ് കൊറോണ ബാധകളോ മറ്റ് പ്രയാസങ്ങളൊന്നും ഇവരെയോ ഇവന്റെ പ്രിയപ്പെട്ടവരുടെ ശരീരത്തിൽ വരും കാലങ്ങളിൽ എത്തിപ്പിടിക്കുവാൻ അനുവദിക്കാതെ വേണം. സ്വർഗീയ വേലിക്കെട്ടിനുള്ളിൽ, തീമതിനുള്ളിൽ നിന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണം. എല്ലാവരെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് പാദവിടെ വേൽപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പൈതലിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു.
നീ നിന്നിൽ തന്നെ ഒരു അനുഗ്രഹമായിരിക്കും മകനെ. നീ അനേകർക്ക് ഒരു അനുഗ്രഹമായിരിക്കും. നീ കാലുകുത്തുന്നിടം, നീ തൊടുന്നിടം ഒക്കെ അനുഗ്രഹം പ്രാപിക്കട്ടെ. നീ മൂലം നിന്റെ പ്രിയപ്പെട്ടവൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ആ ഭവനം അനുഗ്രഹം പ്രാപിക്കട്ടെ. അവൾ മൂലം ഈ ഭവനം അനുഗ്രഹം. Now when I fall through the endless life, this day we laugh and cry, changing our ways with a broken mind forever. All of these questions left behind, swept away by the ocean tide, changing our ways with a broken mind forever. Summertime I will find love that's one of a kind, to hold beside and fall behind. Wintertime I will find more than what's on my mind, to run and hide far from the sight. Through this forever we stay together, through hopeless times, with all the color more like a treasure. We're hopeless minds. Wintertime I will find more than what's on my mind, to run and hide far from the sight. Through this forever we stay together, through hopeless times, with all the color more like a treasure. We're hopeless minds. Dim dana dim dim na, dim dana dim dim na, dim dana dim dim na re. Dim dana dim dim na, dim dana dim dim na, dim dana dim dim na re. അടിയാർക്കു വന്നു ചേരുവതിനാ ഇന്നു നിൻ സന്നിധിയിൽ. അടിയാർക്കു വന്നു ചേരുവതിനാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ. കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ. മഹത്വമുള്ള പദവിയെ ഇപ്പോഴുകരുള. മഹത്വമുള്ള പദവിയെ ഇപ്പോഴുകരുള. പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാകൂ. പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാകൂ. യേശുപാരാ നിനക്കെന്നും വന്ദനം. യേശുപാരാ വന്ദനം. യേശുപാരാ നിനക്കെന്നും വന്ദനം. യേശുപാരാ വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി. ദൈവമേ, രാജാവിന് ന്യായവും രാജകുമാരനും നീതി നൽകണമേ. അവൻ നിന്റെ ജനത്തെ നീതിയോടും നിന്റെ എളിയവരെ ന്യായത്തോടും കൂടെ പരിപാലിക്കട്ടെ. നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെ. ജനത്തിൽ എളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ. ദരിദ്ര ജനത്തെ അവൻ രക്ഷിക്കുകയും പീഡിപ്പിക്കുന്നവരെ കാക്കുകയും ചെയ്യട്ടെ. സൂര്യന്മാരുടെ കാലത്തോളം തലമുറ തലമുറയായി നിന്നെ പഠിക്കട്ടെ. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന വൻമഴ പോലെ അവന്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. തങ്ങളുടെ സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. അവൻ സമുദ്രം വരെയും
നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെ വഹിക്കട്ടെ. മരുഭൂമിയിൽ വസിക്കുന്നവർ അവന്റെ മുമ്പിൽ വണങ്ങട്ടെ. അവന്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ. തർശീശിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ കാഴ്ച കൊണ്ടുവരട്ടെ. ശബയിലെയും രാജാക്കന്മാർക്ക് അപ്പം കൊടുക്കട്ടെ. കണ്ണുകളെ അടച്ച നമുക്ക് ദേശനിൽ പ്രാർത്ഥിക്കാം. വാത്സല്യ മകളുടെ ജീവിതത്തിലെ അതിപ്രധാനമായൊരു ദിവസത്തിലേക്ക് വന്നിരുവാൻ ദൈവം കാണിക്കാനായിട്ടിടയായല്ലോ. ചെറിയ പ്രായം ദൈവങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചു. നല്ല വിദ്യാഭ്യാസം ജോലിയൊക്കെ ദൈവം നൽകി. കർത്താവിനെ അറിയുവാനും ദൈവം ചെയ്യുവാനും ദൈവം ഭാഗ്യം നൽകി. ഭാവി സംബന്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നല്ലോ. ദൈവത്തിന്റെ സമയത്ത് ദൈവത്താൽ ഒരുക്കപ്പെട്ട വഴികൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇപ്പോൾ കർത്താവിന്റെ ഹിതപ്രകാരം ആ വിവാഹ നിശ്ചയത്തിലേക്കും തുടർന്നുള്ള വാശുഷിലേക്കും നാം പോകാൻ ഇവിടെ ദൈവസന്നിലായിരിക്കുന്നല്ലോ. അത്രത്തോളം സഹായിച്ച ദൈവത്തിന്റെ കരുതലും കാവലും ധാരാളമായിട്ട് നമ്മുടെ മേൽ പകരപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വലിയ കുടുംബം കർത്താവിനെ വളരെ നിസ്വാർത്ഥമായി സ്നേഹിച്ച ഭവനമാണല്ലോ. ആ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടി ഒന്ന് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ ആലോചന പ്രകാരം മുന്നോട്ട് പോവുകയും ചെയ്യുന്നല്ലോ. ഇപ്പോൾ ദിവസമായിരിക്കും ഈ സമയത്ത് ദൈവമേ ഇവിടുന്ന് ഇറങ്ങുന്ന നിമിഷം മുതൽ അവിടുത്തെ കൃപ ഞങ്ങളെ ഒരു അനുഗ്രഹമായ കർത്താവ് കുടുംബജീവൻ നയിപ്പാൻ നിന്റെ മക്കൾക്ക് ഹല്ലേലൂയ കൊടുക്കുന്ന അവസരത്തിനായി സ്തോത്രം. കർത്താവെ ജോയലിനെ ഈ സമയത്ത് കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ ഇരു കുടുംബങ്ങൾക്കും അനുഗ്രഹമായി സഭകൾക്ക് അനുഗ്രഹമായി സർവ്വോപരി കർത്താവിന്റെ നാമത്തിന് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം വിശുദ്ധ വിവാഹം മൂലം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൂക്ഷിക്കുന്ന എല്ലാ ദേവദാസന്മാരെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൂരെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാവരെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും അനുഗ്രഹവുമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം സ്തോത്രം. സകലതുമേശ് കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ മകളെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമാകുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹമേറിയ നല്ല മധ്യാഹ്ന സമയത്തിന് നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിവിധ ഭവനങ്ങളിലായിരുന്ന ആളുകൾ ഒരുമിച്ച് കർത്താവേ പ്രിയ പൈതലിന്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ച സ്തോത്രം ചെയ്യുന്നു. കർത്താവേ അവരുടെ ചെറുപ്പം മുതൽ ഈ സമയം വരെയും നീ അവിടെ കാത്തു പരിപാലിച്ചു. അവരുടെ മാതാപിതാക്കളെ വളർത്തുവാന് വിദ്യാഭ്യാസം കൊടുക്കുവാന് ഒക്കെ കർത്താവ് കൃപയ്ക്കായി നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കർത്താവ് വിവാഹത്തിന്റെ എൻഗേജ്മെന്റ് ഉണ്ട്. അതിനുശേഷം വിവാഹ ശുശ്രൂഷകളും ഈ രണ്ട് ശുശ്രൂഷകളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുവാൻ തക്കവണ്ണം കർത്താവിന്റെ കൃപ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ കർത്താവെ പരിശുദ്ധാത്മാവിന്റെ നിലവിലായിരിക്കാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതലിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന്മാരെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ രജിസ്യകൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദാമ്പത്യ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിൽ ദൈവമേ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട പ്രിയപ്പെട്ടവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ജോലിനോത്ത് പ്രാർത്ഥിക്കുന്ന മകനെ നീ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. അവരുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരുവാൻ സ്വർഗം സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ പേരുപേരായി കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ യാത്ര കർത്താവിന്റെ സാന്നിധ്യം കൂടിയിരിക്കണമേ. എല്ലാ ശുശ്രൂഷകളും ദൈവ സാന്നിധ്യം കൂടിയിരുന്ന് ഏറ്റവും അനുഗ്രഹമായ ഒരു ദാമ്പത്യ ജീവിതം മക്കൾ കുഞ്ഞുങ്ങൾ കൊടുക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലവിധ മാനവും മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിനെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. സമാധാനത്തോടും പ്രാർത്ഥിച്ച സകലവിശുദ്ധോടും സകല വിശുദ്ധന്മാരോടും ശുശ്രൂഷകളോടും വാത്സല്യ മകളോടും കുടുംബത്തോടും ഇപ്പോഴെപ്പോഴും നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. Not sure if you know this, but when we first met,
I got so nervous I couldn't speak. In that very moment I found the one, and my life had found its missing piece. So as long as I live, I love you, will have and hold you. You look so beautiful in white. And from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. ഞാനിന്നു വീഴുന്നു
ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് സകലവും ക്രമീകരിച്ച് ഞങ്ങൾക്ക് ഈ ആയുസ്സിൽ ഈ ലോകത്തിൽ ഒരു ജീവൻ തന്ന ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ നിന്റെ നിയോഗപ്രകാരം ഇരു കുടുംബങ്ങളും ചേർന്ന് ധാരണയിലെത്തിയിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ അവിടുത്തെ അഭിഷക്തന്മാരുടെ ലീഡർഷിപ്പിൽ ശുശ്രൂഷകൾ ഭംഗിയായി നടക്കുവാൻ, കാര്യം യഹോവയാൽ വരുന്നു എന്ന കൺഫർമേഷൻ ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ടതിനാൽ ദൈവനിയോഗത്തിന് നന്ദി പറഞ്ഞ് ശുശ്രൂഷകൾ കർത്താവെ തിരുസാന്നിധ്യത്തിൽ ശ്രേഷ്ഠമായി തീരുവാൻ സഹായിക്കണം. പാടുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ, ലീഡർഷിപ്പ് നടത്തുന്ന അധ്യക്ഷം വഹിക്കുന്ന ദൈവദാസൻ, മറ്റ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നവരെ എല്ലാവരെയും അനുഗ്രഹിച്ചാണ് അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. പ്രശ്ന സങ്കീർണമായ ലോക ജീവിതത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പോലെ കൂടി വരുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപയെന്ന് മാത്രമാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ദൈവം അനുവദിക്കുന്ന പക്ഷം എന്ന് പറയുന്ന പോലെ ഈ പ്രത്യേക കാര്യങ്ങൾ ഇങ്ങനെ കൂടിവരത്തക്ക നിലയിൽ ദൈവം അനുവദിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ ജിസ, ജോയൽ കഴിഞ്ഞ ദീർഘനാളുകളായി അവരുടെ മാതാപിതാക്കന്മാരും സഭാജനങ്ങളും ബന്ധപ്പെട്ടവരുമൊക്കെ ഭാവികാലം സംബന്ധമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സമയമായപ്പോൾ ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ നമുക്കായി ദൈവം ഒരുക്കി തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കന്മാരെയും സഭാജനങ്ങളെയും ബഹുമാന്യരായ ദേവദാസന്മാർ, ശേഷിച്ച് വാത്സല്യ നമ്മുടെ കുഞ്ഞു പാസ്റ്റർ ഡോക്ടർ ഷിബിക്കർ മാത്യു, വൈഭവനൻ, ശമുൽ പാസ്റ്റർ, മറ്റെല്ലാ ദേവദാസന്മാരും പേര് പറയാൻ വിട്ടുകൊണ്ട് ക്ഷമിക്കുക. എല്ലാ ബഹുമാന്യരായ ദേവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സാന്നിധ്യം നമ്മുടെ നടുവിലുള്ളതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാ കൂടിയവരുടെയും പ്രത്യേകത നമ്മുടെ മധ്യത്തിൽ പകരപ്പെടുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഭക്തനായ മോശ പറയുന്നത് പോലെ ആ സാന്നിധ്യം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മുടെ പ്രത്യേകത. എല്ലാത്തിനും പ്രത്യേകതയും നമുക്ക് പറയുവാനായിട്ടില്ല. കർത്താവിൻ്റെ സാന്നിധ്യം കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉടൻ തന്നെ നമ്മുടെ വിവാഹ ശുശ്രൂഷ ആരംഭിക്കാനുള്ളത് കൊണ്ട് കാര്യമായിട്ടൊരു വാക്കുകളൊന്നും ഞാൻ സംസാരിക്കാനായിട്ട് സമയമെടുക്കുന്നില്ല. കൂടി വന്ന എല്ലാവർക്കും ഞാൻ വന്ദനം പറയുന്നു. നമ്മളെല്ലാവരും കൂടി വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് നമുക്കറിയാം. നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിലാണ്. എങ്കിലും ഔപചാരികമായിട്ട് നമ്മൾ രണ്ട് ഭവനക്കാരുടെയും ക്ഷണം സ്വീകരിച്ചാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. നമ്മളെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്ന ഉദ്ദേശം വാത്സല്യ ബൗജൻ ജിസാന്റെ ഭാഗത്തു നിന്ന് പ്രിയ ബാബുച്ചാരി മുന്നോട്ട് വന്ന് പ്രാരംഭത്തിൽ അറിയിക്കുന്നതായിരിക്കും. അതിനെ തുടർന്ന് ജോലിൻ്റെ ഭാഗത്തുള്ളവരും അത് വ്യക്തമാക്കിയായിരിക്കും. അതിനുശേഷമായിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിന് സ്തോത്രം. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. നമ്മുടെ കൂടി വന്നിരിക്കുന്നത് ഇടപ്പള്ളിയിൽ താമസിക്കുന്ന എൻ്റെ സഹോദരൻ, എൻ്റെ മകൾ ജിസമോളുടെയും സ്തോത്രം വൈറ്റിലെ താമസിക്കുന്ന ഷാരോൺ ഭവനത്തിൽ ഡേവിഡ് ലാൽച്ചൻ അവരുടെ മകൻ ജോയൽ മോനുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. ഫർദർ കാര്യങ്ങൾ ഇന്ന് കൂടിയിരിക്കുന്ന ഇരു കുടുംബങ്ങളും സഭയിൽ ചേർന്ന് തീരുമാനിക്കാൻ അതിനുവേണ്ടി നിങ്ങളെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. ദൈവമേ സഹായിക്കുമാറാകട്ടെ. വാത്സല്യ ആവശ്യം നമ്മെ ക്ഷണിച്ചു വരുത്തിയതിൻ്റെ ഉദ്ദേശം ഇവിടെ വിശദീകരിച്ചല്ലോ. വാത്സല്യ ജിസയുടെയും ജോയിൻ്റെയും വിവാഹ സംബന്ധമായി രണ്ടു കൂട്ടരും തമ്മിൽ കണ്ട് ഇഷ്ടപ്പെടുകയും താല്പര്യപ്പെടുകയും ചില ധാരണകളിൽ അവരെത്തിച്ചേർന്നിട്ടുണ്ട്.
അതിൻ്റെ പൂർത്തീകരണത്തിലേക്കാണ് നമ്മളെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. ആ ധാരണ എന്താണെന്നുള്ളത് ജോയലിൻ്റെ പപ്പ മുൻപോട്ട് വന്നപ്പോൾ പരസ്യമായിട്ട് പ്രസ്താവിക്കുന്നതായിരിക്കും. അതിനുശേഷമായിട്ട് ബാക്കി കാര്യങ്ങൾ. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. രണ്ട് കൂട്ടരുടെയും തീരുമാനപ്രകാരം ഇന്ന് എൻഗേജ്മെൻറ്റ് രാവിലെ ഈ സമയത്ത് നടത്താൻ, അതിനുശേഷം 4:30 അവിടെ നടക്കുന്ന ചടങ്ങിൽ വെച്ച് ജോയിൻ്റെയും ഇസയുടെയും വിവാഹം നടത്താനായി എല്ലാവരും ബന്ധുക്കളും സഭയിലുള്ളതായ പാസ്റ്റേഴ്സും കൂടെയുള്ളവരെല്ലാം തീരുമാനിച്ച പ്രകാരമാണ് നിങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി ധാരണയിലെത്തിയിരിക്കുന്നത് ആയതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് അടുത്തത് കിടക്കുന്നതായിരിക്കും.
ഓർപ്പിച്ചാൽ അത് ക്രമീകരിച്ച് കൈമാറ്റം ചെയ്യാം എന്ന് ഞാൻ കർത്താവിൽ ഓർപ്പിക്കുന്നു. ദയവായിട്ട് ശ്രദ്ധിച്ചാൽ എറണാകുളം ജില്ലയിൽ കണിയന്നൂർ താലൂക്കിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ വാഴക്കാല വില്ലേജിൽ ഇടപ്പള്ളി ആനുവലിൽ വീട്ടിൽ ശ്രീ ചെറിയാൻ ജോസിൻ്റെയും അന്നമ്മ വർഗീസിൻ്റെയും മകൾ ജിസ അന്നമ്മ ജോസും എറണാകുളം ജില്ലയിൽ കണിയന്നൂർ താലൂക്കിൽ പൂണിത്തറ വില്ലേജിൽ വൈദ്യ ശാരദ വീട്ടിൽ ഡേവിഡ് ലാലുടെയും മിസസ് ജാസ്മിൻ ലാലുടെയും മകൻ ജോയൽ ലാലു ഇവർ തമ്മിലുള്ള വിശുദ്ധ വിവാഹം ദൈവകരമായ 2021 ഒക്ടോബർ മാസം 14-ാം തീയതി വ്യാഴാഴ്ച 4:30 2 റെസിഡൻസിൽ വെച്ച് നടത്തുവാൻ ഇരുഭാഗത്തുമുള്ള വേണ്ടപ്പെട്ടവർ 1 ദിവസം കൂടി തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ളൊന്നും ആവശ്യമില്ലല്ലോ അല്ലേ? ഇതിനകത്ത് വേണ്ടപ്പെട്ടവരെല്ലാവരും ഷൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിനും സഹകരണത്തിനും വളരെ കർത്താവിൽ നന്ദി പറയുന്നു. ഈ വാത്സല്യ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആത്മീയ പശ്ചാത്തലമുള്ള കുടുംബങ്ങളിൽ ജനിച്ചു വളർത്തപ്പെടാൻ അവർക്ക് ദൈവം ഭാഗ്യം നൽകി. കർത്താവിനെ കണ്ടെത്താനുള്ള മഹാഭാഗ്യം ദൈവം അവർക്ക് നൽകി. കർത്താവിൻ്റെ സമയമായപ്പോൾ അവരൊരുമിച്ച് ചേർക്കപ്പെടുക എന്നുള്ളത് ദൈവത്തിൻ്റെ നിയോഗവും നിർണയവുമാകിയാൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ദൈവം ഇത്രത്തോളം ക്രമീകരിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് കൂടി ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാൻ കർത്താവ് സഹായിച്ചതുകൊണ്ട് എല്ലാം മഹത്വം ദൈവത്തിന് അർപ്പിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന നാം എല്ലാം ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം ഏറ്റവും ധന്യവും അനുഗ്രഹവുമായി തീരുവാൻ ചുരുങ്ങിയ വാക്കിൽ പ്രാർത്ഥിപ്പാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ചുമതലപ്പെട്ടവർ ഈ വിഭാഗം ചേരുക കൈമാറുന്ന സമയമാണ്. അതിന് മുൻപ് ഡോക്ടർ ഷിബുഖെ മാറ്റി ഒരു വാക്ക് ഈ അവസരത്തിൽ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം ഇന്ന് പകൽ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉറപ്പിക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന അവസരത്തിനായി സ്തോത്രം. ഇരു ഭവനങ്ങളിൽ ജനിച്ചു വളർത്തപ്പെടുവാനും അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളാൽ വളർത്തപ്പെടുവാനും നല്ല വിദ്യാഭ്യാസ യോഗ്യത നേടുവാനും സൗമ്യതയും താഴ്മയും വിനയവുമുള്ളവരായി വളർന്നു വരുവാനും സർവോപരി അങ്ങയുടെ മക്കളായി തീരുവാനും ജോയലിനും ജെസയ്ക്കും ദൈവം കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. വേദപുസ്തക പ്രമാണപ്രകാരം ഇന്ന് പകൽ അവർ വിവാഹം ഉറപ്പിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കുടുംബജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ എല്ലാവിധ നന്മകളും അവർ മേൽ ചൊരിയണമേ. ധാരാളമായ ദൈവരെ അനുഗ്രഹിക്കണമേ. ഇരു ഭവനങ്ങളെ ആദരിക്കണമേ. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ഞങ്ങളുടെ ദാസനെ കർത്താവ് ബലപ്പെടുത്തിയതേക്കായി സ്തോത്രം. തിരുപാദപീഠത്തിങ്കൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ മുൻപോട്ട് വന്ന് വിവാഹം ചേരുക കൈമാറുന്ന അവസരം. കുടുംബങ്ങളും തമ്മിൽ കാണുകയും ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ഇരു സഭകളെയും മുൻകൂട്ടി അറിയിച്ച പ്രകാരമാണ് ഇന്ന് വിവാഹ നിശ്ചയം വെച്ച് നടന്നത്. 2 ഭവനങ്ങളെയും 2 കുഞ്ഞുങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവിധമായ നന്മകളും അവർക്ക് നേരുകയും ചെയ്യുന്നു. നമുക്ക് അല്പനേരം ദൈവത്തെ സ്തുതിക്കാം. അവരുടെ കുടുംബജീവിതം ധന്യമായിരിക്കട്ടെ. തക്ക സമയത്ത് പ്രിയപ്പെട്ട ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. പുല്ലൂരിൽ പ്രിയ ബാബുച്ചായൻ കുടുംബമായിട്ട് എത്തിച്ചേർന്നതിന് വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീഴാൻകൊണ്ട് നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസനത്തിലേക്ക് കളങ്കമില്ലാത്തവരായി നമ്മെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള പിതാവിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും വിശേഷാൽ ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വാത്സല്യ മകൻ ജോയലിനോടും പ്രിയ മകൾ ജിസയോടും അവരുടെ കുടുംബജീവിതത്തോടും ഇരു കുടുംബങ്ങളോടും പ്രിയപ്പെട്ടവരോടും ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന സകല പ്രിയപ്പെട്ടവരോടും പ്രിയ അസലി പാസ്റ്റോടും കൂടെ വന്നവരോടും അങ്ങനെ ദേശവാസികൾ അയൽക്കാർ എല്ലാവരോടും നടക്കുന്ന എല്ലാ ശുശ്രൂഷകളോടും ഇന്ന് വന്നേക്കും കർത്താവിൻ്റെ വരവിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ.
അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ ശരി വരണമേ. അല്പം ഇടവേളയുണ്ട്. അവിടെ ചായയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കുടിക്കാം. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. 4:30 മണിക്ക് ഇവിടെ പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കും. ബഹുമാന്യരെ, ലാലിയുടെ മകൻ ജോയലും അതുപോലെ ജിസ്നയും ഇന്ന് ജിസയും ഒരു പുതിയ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എന്നെ ക്ഷണിച്ചത് വൈകുന്നേരത്തെ പരിപാടിക്കാണ്. പക്ഷേ ഇന്നത്തെ ദിവസം എന്തോ മുഹൂർത്തത്തിൽ കൂടുതലുള്ള ദിവസമാണെന്ന് തോന്നുന്നു. അപ്പോൾ ആലപ്പുഴയിൽ കുറേയധികം ഇതുപോലെ ചടങ്ങുകൾ, വേറെ പബ്ലിക് ഫംഗ്ഷൻ ഒന്നും ഇല്ല, പക്ഷേ ചടങ്ങുകൾ ഒത്തിരിയുണ്ട്. അപ്പം കുടുംബവുമായൊക്കെ ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ ഉള്ളതുകൊണ്ട് വൈകുന്നേരം എനിക്ക് പങ്കെടുക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ വിഷമം പറഞ്ഞപ്പോഴാണ് എന്നാലൊരു അവസരം തരാം. അപ്പോഴാണ് പഠിപ്പിച്ചു വെച്ച ഈ പ്രോഗ്രാം പുറത്തു വന്നത്. അത് കാരണം വരാൻ പറ്റി. വന്നപ്പോൾ നമ്മുടെ പഴയ ജോസ് തെറ്റേലും അതുപോലെ വിജിമോളുമൊക്കെ കാണാൻ പറ്റി. കാര്യമൊക്കെ ഞാൻ നിയമസഭയിലുണ്ടായിരുന്നായിരുന്നു കുറേ കാലം. അപ്പോൾ ആ സമയത്തൊക്കെ ഇദ്ദേഹമായിട്ട് നിരന്തരം പോക്കുവരവരൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പോവുകയും വരികയൊക്കെ ചെയ്തിരുന്നതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വൈവാഹിക ജീവിതം ഏറെ സന്തോഷപ്രദമായി മാറി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നല്ല സന്താനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ ജീവിതം അങ്ങേയറ്റ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ നല്ല ഒരുമിച്ച് ഒരുപാട് കാലം ദീർഘകാലം ഒന്നിച്ച് സന്തോഷത്തോടെ the only thing that's right.